ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മിക്സർ എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. ഇതിൽ നമ്മൾ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല, തനിനാട് രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് കുറച്ച് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ബാക്കി നമുക്ക് അവസാനം ഇടാം പോരാത്തത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൽ വല്ല തരികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഉടച്ചെടുക്കുക. അപ്പോൾ കട്ട പിടിക്കാതെ വേണം നമ്മളിത് റെഡിയാക്കാൻ. ഇനി അതിന് കുറച്ച് ഭാഗം മാറ്റി വയ്ക്കാം. അത് കുറച്ചുള്ളത് നമുക്ക് ബൂന്തി തയ്യാറാക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് സേവ തയ്യാറാക്കാം. അതിലേക്ക് ഇളം ചൂട് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് കിട്ടണം. നല്ല സോഫ്റ്റായിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കട്ടിയൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇനി അത് സോഫ്റ്റ് ആവാൻ വേണ്ടി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വയ്ക്കാം, ഇല്ലെങ്കിൽ അത് ഉണങ്ങും. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടിയൊന്നും ഉണ്ടാവരുത്. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടണം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ബൂന്തിയുടെ ഭംഗി പോവും. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സേവ തയ്യാറാക്കാം. അതിനായിട്ട് ചെറിയ ഹോളുള്ള ഡിസ്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ മാവ് സേവനാഴിയിലിട്ടിട്ട് നമുക്ക് സേവ തയ്യാറാക്കാം. അതിനായിട്ട് നല്ല വെളിച്ചെണ്ണ നന്നായി ചൂടാക്കാം. എന്നിട്ട് സേവ പിഴിഞ്ഞൊഴിക്കുക. അതിലേക്ക് ഒരു ലൈറ്റ് ഓറഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് മറച്ചിട്ടിട്ട് വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയി കിട്ടണം. ഒരു ലൈറ്റ് ഓറഞ്ച് ആയാൽ നമുക്കത് കോരിയെടുക്കാം. ബാക്കിയൊന്ന് ഇരുന്നിട്ട് കുറച്ചും കൂടി ഒന്ന് മൂക്കും. അപ്പോൾ ഒരു ഓറഞ്ചിലേക്ക് കടക്കുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് നല്ല ടേസ്റ്റുള്ള മിക്സർ കിട്ടുള്ളൂ നമുക്ക്. ഇനി അതുപോലെ തന്നെ ഒരു കൊട്ടക്കൈയിലോ അല്ലെങ്കിൽ തൊള്ളയുള്ള തവി എങ്ങാനോ ഉപയോഗിച്ച് അതിലേക്ക് ഈ മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബൂന്തി കിട്ടും. അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂന്തിയുടെ ഭംഗി പോകും. ഇനി ബൂന്തി അതുപോലെ ലൈറ്റ് ഓറഞ്ച് ആയിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് വറുത്ത് കോരാം. അങ്ങനെ ഓരോന്ന് നമ്മൾ സെപ്പറേറ്റ് ആണ് വറുത്തെടുക്കേണ്ടത്. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കറിവേപ്പില വറുത്ത് കോരുക. നല്ല ക്രിസ്പി ആവുന്ന പോലെ വറുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. അതിലേക്ക് ഞാനിവിടെ കപ്പലണ്ടി പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. അതും നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് വേണം വറുക്കാൻ. എല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാതിൻ്റെയും ഒരേ വേവാവില്ലല്ലോ. അപ്പോൾ പൊട്ടുകടല വറുത്ത് കോരാം. അതിലേക്ക് കപ്പലണ്ടി ഇടാം. കപ്പലണ്ടി നന്നായി വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് മിക്സറെല്ലാം റെഡിയാക്കാം. അതിനിടെ ഈ സേവെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല പൊടിയാക്കണ്ട, ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പൊടിയും. അത് കഴിഞ്ഞിട്ട് ബൂന്തി ചേർക്കുക. അങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ചതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കായം പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഇതെല്ലാം ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുക. ഇത് പിറ്റേ ദിവസത്തേക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടാവും, പക്ഷെ പിറ്റേ ദിവസത്തേക്ക് സെറ്റായിരിക്കും സംഭവം. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മളടുത്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.